നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 11 വയസ്സുള്ള പെൺകുട്ടി ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. പരീക്ഷയൊക്കെ ഉള്ള സമയങ്ങളിൽ രാവിലെ വല്ലാത്ത ഛർദി തുടങ്ങും. രാവിലെ എഴുന്നേറ്റൊരു അരമണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് ഭയങ്കര ഛർദിയാണ്, ആവർത്തിച്ച് ഛർദിച്ചുകൊണ്ടേയിരിക്കും. ഒരു 10-10:30 വരെ അത് തുടരും. അത് കഴിയുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ അതങ്ങ് മാറുകയും ചെയ്യും. ആദ്യം പരീക്ഷ ദിവസങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു സംഗതി പിന്നീട് അല്ലാത്ത ചില ദിവസങ്ങളിലും കണ്ടു തുടങ്ങി. ഇപ്പോൾ ഉദാഹരണത്തിന് വേനലവധിക്കാലം കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുകയാണ്. ആദ്യത്തെ ഒരു 3-4 ദിവസത്തേക്ക് ഈ പ്രതിഭാസം കാണും. ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂൾ തുറക്കുകയാണ്. ആദ്യത്തെ 2-3 ദിവസത്തേക്ക് ഈ ഒരു സംഗതി കാണും. അപ്പോൾ അതിൻ്റെ തോത് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ആദ്യമൊക്കെ വലിയ പരീക്ഷകൾക്ക് മാത്രം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ക്ലാസ്സിലൊരു ചെറിയൊരു ടെസ്റ്റ് വെച്ചാൽ പോലും അന്ന് രാവിലെയും ഇത് തന്നെയാണ്. അപ്പോൾ വീട്ടുകാർക്ക് ഇതുള്ള മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ എന്നുള്ളതാണ് അവരുടെ ഒരു സംശയം. കാരണം രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങുന്ന ഛർദി ഒരു 10-10:30 ആകുമ്പോൾ അങ്ങ് തീരും. സ്കൂളിൽ പോകേണ്ട സമയം കഴിയുമ്പോൾ പിന്നെ ഛർദിയൊന്നുമില്ല. പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒരു പരിശോധിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഛർദ്ദിക്കേണ്ട കാരണങ്ങളൊന്നും കാണുന്നില്ല, ശാരീരികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല താനും. പക്ഷേ ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ഛർദി തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് സൈക്ലിക്കൽ വൊമിറ്റിംഗ് അല്ലെങ്കിൽ മനോജന്യ ഛർദി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, തീവ്രമായ മാനസിക സമ്മർദ്ദം വരുന്ന സമയത്ത് ഈ വയറ്റിലെ ആസിഡിൻ്റെ ഉൽപ്പാദനവും മറ്റും കൂടുമ്പോൾ മുകളിലോട്ടുള്ള ഈ ആസിഡിൻ്റെ ചലനങ്ങളുടെ വേഗതയും മറ്റുമൊക്കെ കൂടുന്നതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് ഛർദ്ദിക്കാനുള്ളൊരു പ്രവണത വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനസിക സമ്മർദ്ദത്തിൻ്റെ ബഹിർസ്ഫുരണം തന്നെയാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് എന്ത് പരിശോധനകൾ നടത്തി നോക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയാലോ സ്കാൻ ചെയ്ത് നോക്കിയാലോ ഒന്നും ഇതിൽ തകരാറുകൾ കാണില്ല. പക്ഷേ ഈ പ്രശ്നം പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാനസിക ആരോഗ്യ വിഷയം തന്നെയാണിത്. അപ്പോൾ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ചികിത്സകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 2-3 തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മുടെ ഈ ആമാശയത്തിൻ്റെ താഴോട്ടുള്ള ചലനങ്ങളുടെ വേഗത കൂട്ടുന്ന ചില മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഛർദി നിയന്ത്രിക്കാൻ സാധിക്കും. ഇതോടൊപ്പം ഈ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ് ഭേദപ്പെടുത്തിയെടുക്കാനുള്ള മരുന്നുകളും വേണ്ടിവരും. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കുന്ന ചില പരിശീലനങ്ങളും വളരെ ഗുണം ചെയ്യും. ഇപ്പം മനോനിറവ് പരിശീലനം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് എന്നൊരു സംഗതിയുണ്ട്. ഇത് കൃത്യമായിട്ട് നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് വലിയൊരു കുറവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ശ്വസിക്കുന്നതാണെങ്കിലും ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ വേഗത കൂടുന്നത് പലപ്പോഴും ഇത്തരം സംഗതികൾ വഷളാകാൻ കാരണമാകാറുണ്ട്. അപ്പോൾ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഛർദ്ദിക്കുന്നൊരവസ്ഥ വരാം. ശ്വാസം ഇങ്ങനെ വലിച്ചു വിട്ടിട്ട് അതിനെ തുടർന്ന് മൊത്തത്തിൽ അസ്വസ്ഥത തോന്നുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ നമ്മളിവിടെ ഈ കുട്ടിയെ പരിശീലിപ്പിക്കുന്നത് സാവധാനം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ശ്വസനം സാവധാനത്തിൽ, ഭക്ഷണം കഴിക്കുന്നത് സാവധാനത്തിൽ, സകല ചലനങ്ങളുടെയും വേഗതകളൊന്ന് കുറച്ചുകൊണ്ട് വരിക. അങ്ങനെ മൊത്തത്തിൽ ഈ ധൃതി ഒന്ന് ഒഴിവാക്കി വളരെ സാവധാനം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ഈ കുട്ടിയെ ഒന്ന് പരിശീലിപ്പിക്കുകയാണ്. അതുവഴി ക്രമേണ ഈ പറഞ്ഞ മനോജന്യ ഛർദിയുടെ സാധ്യതകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഏതാനും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചികിത്സയോടെ തന്നെ ഇതിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെയും അതേപോലെ തന്നെ ഈ കുട്ടിക്കും കൃത്യമായിട്ടുള്ളൊരു ചികിത്സ നൽകി കൃത്യ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നൊരു പ്രശ്നം, ഇത് മനഃപൂർവ്വം കുട്ടി വെറുതെ വായിൽ കൈയിട്ട് ഛർദ്ദിക്കുന്നതാണ്, ഛർദി ഇല്ലാത്ത സംഗതി ഉണ്ടാക്കുന്നതാണ്, അഭിനയിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ മാതാപിതാക്കൾക്ക് തോന്നാം. അല്ല, ഇതൊന്നും അഭിനയമല്ല. ഇത് ആ വ്യക്തിയുടെ, ആ കുട്ടിയുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്, ഒരു സ്ട്രെസ്സിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വഴക്ക് പറയുകയോ ഇതിനൊക്കെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവഹേളിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള കൃത്യമായ ചികിത്സയും ഇടപെടലുകളും വേണം. കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ നമുക്കിതിനെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.